കൃഷ്ണൻ തന്നെ കൊല്ലുമെന്ന പ്രവചനം ഭയന്ന കംസൻ ശിശുവായ കൃഷ്ണനെ കൊല്ലാൻ തീരുമാനിച്ചു. അതിനാൽ കംസൻ രാക്ഷസിയായ പൂതനയെ വിളിച്ചു. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ കംസൻ അവളോട് പറഞ്ഞു. ആളുകളുടെ ഹൃദയങ്ങളിൽ ഭയം വളർത്താൻ ഇത് അവൾക്ക് അവസരം നൽകിയതിനാൽ പൂതന ഉടൻ തന്നെ സമ്മതിച്ചു. സുന്ദരിയായ സ്ത്രീയുടെ വേഷം ധരിച്ച പൂതനയെ ഗോകുലത്തിലേക്ക് അയച്ചു. യശോദയുടെ നവജാത ശിശുവിനെക്കുറിച്ച് ഗ്രാമവാസികൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ താൻ ഇല്ലാതാക്കേണ്ട കുട്ടി ഇതാണെന്ന് ആ അസുരയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. രൂപാന്തരപ്പെടാനുള്ള കഴിവിന് പേരുകേട്ട പൂതന് കൃഷ്ണൻ താമസിച്ചിരുന്ന നന്ദന്റെ വീട്ടിൽ എത്തി കൃഷ്ണന്റെ അമ്മയായ യശോദയെ തന്റെ സൗന്ദര്യത്താൽ മോഹിപ്പിക്കുകയും താൻ ഒരു അലഞ്ഞുതിരിയുന്ന ഭക്തയാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. യശോദയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിഷം പുരട്ടിയ തന്റെ മുലക്കണ്ണുകൾ കൃഷ്ണനെക്കൊണ്ട് മുലയൂട്ടിച്ചു. വിഷം കഴിക്കുന്നതിനു പകരം കൃഷ്ണൻ പൂതനയിൽ നിന്ന് വിഷം കലർന്ന പാലും ജീവശക്തിയും വലിച്ചെടുത്തു. മരണവെപ്രാളത്തിൽ പൂതന തന്റെ യഥാർത്ഥ പൈശാചിക രൂപത്തിലേക്ക് മടങ്ങി അവിടെയുണ്ടായിരുന്നവരെ ഞെട്ടിച്ചു. വിഷം കുഞ്ഞു കൃഷ്ണനെ ഒന്നും ചെയ്തില്ല, പക്ഷേ പൂതന മരിച്ചു. ആ രാക്ഷസിക്ക് ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും കൃഷ്ണൻ അവളുടെ മുലപ്പാൽ ദാനം ചെയ്തതിന്റെ ഫലമായി അവളെ ഒരു മാതൃരൂപമായി അംഗീകരിച്ചുകൊണ്ട് അവൾക്ക് മോക്ഷം നൽകി. ഹരേ കൃഷ്ണ.